സോ നമ്മൾ ചില മൂവീസ്, വീഡിയോസ് ഓർ ഇമേജസ് കാണുമ്പോൾ നമുക്കും സിമിലർ ആയിട്ടുള്ള കളർ ഗ്രേഡിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തോന്നും. പക്ഷേ അത് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് നമുക്ക് പ്രീമിയർ പ്രോ ഉപയോഗിച്ച് ഒറ്റ ക്ലിക്കിൽ ഏത് കളർ ഗ്രേഡിങ് വേണമെങ്കിലും കോപ്പി ചെയ്യാം. ആൻഡ് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഞാനിവിടെ KGF ആൻഡ് RRRൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. ഞാൻ ഇതിൻ്റെ സ്കെയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. അടുത്തായിട്ട് ഞാൻ കളർ മാച്ച് ചെയ്യാനുള്ള ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ കൊണ്ടിടാം. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് കമ്പാരിസൺ വ്യൂ ഓൺ ആക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഐക്കൺ ഇവിടെ കാണുന്നില്ലെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കമ്പാരിസൺ വ്യൂ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഈ പാനലിൽ കൊണ്ടുവരാം. ഓക്കെ, കമ്പാരിസൺ വ്യൂ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം നമുക്ക് റെഫറൻസ് വ്യൂ ആൻഡ് കറണ്ട് വ്യൂ ഉണ്ട്. കറണ്ട് വ്യൂ നമ്മുടെ പ്ലേ ഹെഡ് ഇരിക്കുന്ന ഫ്രെയിമാണ്. ആൻഡ് റെഫറൻസ് വ്യൂ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് താഴെ ഒരു സ്ലൈഡറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഐക്കൺ ഉണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണാം. പിന്നീട് സെൻറ്ററിൽ കുറച്ച് ഐക്കൺസ് കാണാം. സോ ഇവിടെ സൈഡ് ബൈ സൈഡ് വ്യൂ സെലക്ട് ചെയ്യാം, ആൻഡ് വെർട്ടിക്കൽ സ്പ്ലിറ്റ് വ്യൂ സെലക്ട് ചെയ്യാം, ആൻഡ് ഹൊറിസോണ്ടൽ സ്പ്ലിറ്റും ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. ഞാനിവിടെ സൈഡ് ബൈ സൈഡാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് സൈഡ്സ് സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ റെഫറൻസ് ക്ലിപ്പ് ആൻഡ് കളർ ഗ്രേഡിംഗ് ക്ലിപ്പ് ഡിഫറെൻറ്റ് ലൈറ്റിംഗ് സിറ്റുവേഷനിൽ എടുത്തതായിരിക്കും, ഡിഫറെൻറ്റ് ടൈമിൽ എടുത്തതായിരിക്കും, ആൻഡ് വേറെ ക്യാമറയിൽ എടുത്തതായിരിക്കും. നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടി റെഫറൻസ് ക്ലിപ്പിനോട് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി നമുക്ക് കളർ വർക്ക് സ്പേസ് ഓപ്പൺ ചെയ്യാം. ഞാൻ കളർ ഗ്രേഡിംഗ് ആൻഡ് കറക്ഷനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിന് ലിങ്ക് കൊടുത്തേക്കാം. അവിടെ നമ്മൾ ലുമെട്രി കളറിനെ കുറിച്ചും ലുമെട്രി സ്കോപ്സിനെ പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് വീഡിയോ മാച്ച് ചെയ്തെടുക്കാം. സോ അതിന് വേണ്ടി നമുക്ക് കളർ വീൽസ് ആൻഡ് മാച്ച് സെലക്ട് ചെയ്യാം. റെഫറൻസ് ക്ലിപ്പ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഫേസ് ഡിറ്റക്ഷൻ ഓൺ ആക്കിയിടണം. സോ ദാറ്റ് പ്രീമിയർ കളർ മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ടോൺസ് കിട്ടും. ഇനി നമുക്ക് അപ്ലൈ മാച്ചിൽ ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഒറ്റ ക്ലിക്കിൽ തന്നെ നമ്മുടെ വീഡിയോ കറക്റ്റായിട്ട് കളർ മാച്ച് ചെയ്തിട്ടുണ്ട്. സോ കളർ വീൽസിലേക്ക് നോക്കുവാണെങ്കിൽ അറിയാം, മിഡ് ടോൺസ് കുറച്ച് ഗ്രീൻ കളറിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ്സ് കുറച്ച് പുഷ് ചെയ്തിട്ടുണ്ട്, ആൻഡ് അത് യെല്ലോ ലൈക്ക് ഓറഞ്ച് കളറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏകദേശം റെഫറൻസ് ക്ലിപ്പായിട്ട് നമ്മുടെ വീഡിയോ മാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. എന്നിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടെ വരുത്തി നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കളർ മാച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് റെഫറൻസ് ക്ലിപ്പ് സെലക്ട് ചെയ്യാം. എന്നിട്ട് അപ്ലൈ മാച്ച് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഏകദേശം സിമിലർ ആയിട്ടുള്ള ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടെ വരുത്തി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മാച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമ്മുടെ റെഫറൻസ് ഇമേജിൻ്റെ വെട്രോസ്കോപ്പ് എടുത്ത് നോക്കുവാണെങ്കിൽ അറിയാം, അൺലോക്ക് കളേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റ് ടൈം ഞാൻ കളർ ഗ്രേഡിംഗ് ആൻഡ് കളർ കറക്ഷനെ കുറിച്ചുള്ള സീരീസ് ചെയ്തപ്പം അവിടെ നമ്മൾ കൂടുതലും ലുമെട്രി സ്കോപ്സ് ആൻഡ് ലുമെട്രി കളേഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കളർ ഗ്രേഡിംഗ് സീരീസ് ഒന്നുകൂടെ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ കളർ സ്പേസസ്, കളർ തിയറി, കളർ ഹാർമണി, ലുമെട്രി സ്കോപ്സ് ആൻഡ് ലുമെട്രി കളേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ കളർ മാച്ച് ചെയ്യാനുള്ള വീഡിയോയുടെ വെട്രോസ്കോപ്പ് എടുത്ത് നോക്കുവാണെങ്കിൽ റെഡ് കളറിലേക്കും യെല്ലോയിലേക്കും ബ്ലൂയിലേക്കൊക്കെ മാറി കിടക്കുന്നതാണ്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ബേസിക് കറക്ഷനിൽ പോയിട്ട് സാച്ചുറേഷൻ ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു 45 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം സിമിലർ ആയിട്ടുള്ള ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേർവ്സ് ഓപ്പൺ ചെയ്തിട്ട് ചെറിയൊരു കോൺട്രാസ്റ്റോടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആൻഡ് ഫൈനലായിട്ട് നമുക്ക് വിഗ്നെറ്റിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ഞാൻ -0.2 കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ദിസ് ഈസ് ദ ബിഫോർ, ദിസ് ഈസ് ദ ആഫ്റ്റർ. ഏകദേശം KGFൻ്റെ ഒരു ലുക്കായിട്ടുണ്ട്. നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ലുക്കൊക്കെ നമുക്കൊരു ലട്ടായിട്ടോ അല്ലെങ്കിൽ പ്രീസെറ്റായിട്ടോ സേവ് ചെയ്യാം. സോ ദാറ്റ് നമുക്ക് വേറൊരു വീഡിയോയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ലട്ടോ അല്ലെങ്കിൽ പ്രീസെറ്റോ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ലട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ലുമെട്രി കളറിൽ ഒരു ഐക്കൺ കാണാം, അവിടെ പ്രസ് ചെയ്യാം. ഇവിടെ export.cube എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു നെയിം കൊടുക്കാം. ഞാൻ ഇവിടെ KGF ലുക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു വീഡിയോ എടുത്ത് ടൈം ലൈനിൽ കൊണ്ടിടുവാണ്. ഈ വീഡിയോയിൽ സെയിം ലുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ലുമെട്രി കളർ ഓപ്പൺ ചെയ്തിട്ട് ക്രിയേറ്റീവ് ടാബിൽ ലുക്കിൽ അവിടുന്ന് നമുക്ക് ലട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ആൻഡ് സെയിം ലുക്ക് ഈ വീഡിയോയിലായിട്ടുണ്ട്. ലട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്കൊരു പ്രീസെറ്റ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. സോ അതിനുവേണ്ടി ഞാൻ എഡിറ്റിംഗ് വർക്ക് സ്പേസ് ഓപ്പൺ ചെയ്യാം. നമുക്ക് വീഡിയോയിൽ നിന്ന് ലുമെട്രി കളർ ഡിലീറ്റ് ചെയ്യാം. ആൻഡ് നമ്മളിവിടെ കളർ ചെയ്ത വീഡിയോ സെലക്ട് ചെയ്തിട്ട് ലുമെട്രി കളർ, റൈറ്റ് ക്ലിക്ക്, സേവ് പ്രീസെറ്റ് കൊടുക്കാം. എന്തെങ്കിലും ഒരു നെയിം കൊടുത്ത് സേവ് ചെയ്യാം. ഇനി നമ്മൾ പ്രീസെറ്റ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ KGF ലുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പ്രീസെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ റൈറ്റ് സൈഡിൽ ഒരു പ്രിവ്യൂവും കാണാം. ഓക്കെ, ഇനി നമുക്ക് പ്രീസെറ്റ് ഡ്രാഗ് ചെയ്ത് നമ്മുടെ വീഡിയോയിൽ കൊണ്ടിടാം. ആൻഡ് നമ്മുടെ വീഡിയോയ്ക്ക് സെയിം ലുക്ക് ആയിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് പ്രീമിയർ പ്രോ ഉപയോഗിച്ച് ലട്ടും പ്രീസെറ്റും ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഏത് ക്ലിപ്പിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സെയിം ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ദ വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.